എല്ലാവർക്കും ദീപാരാധന ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ചോറ്റാനിക്കരയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചടങ്ങിനെ കുറിച്ചാണ്. കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് ചോറ്റാനിക്കരയിലെ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ. മകം തൊഴൽ ചടങ്ങിന്റെയും കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന്റെയും ഐതിഹ്യം ഇപ്രകാരമാണ്. ചോറ്റാനിക്കരയിലെ മഹാത്മ്യം കേട്ടറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ ഒരിക്കൽ ഇവിടെ വരാനിടയായി. കുംഭത്തിലെ മകം നക്ഷത്രവും പൗർണമിയും ചേർന്ന ദിവസമാണ് സ്വാമികൾ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രദർശനത്തിന് മുമ്പ് അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയം കാലിൽ എന്തോ തടയുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അതെടുത്തു നോക്കിയപ്പോൾ ഒരു കാളി വിഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്രത്തിന്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് ചോറ്റാനിക്കരയിലെ ഭദ്രകാളി ക്ഷേത്രം ഉത്ഭവിച്ചത്. ഐതിഹ്യമനുസരിച്ച് വില്ലുമംഗലം സ്വാമികൾ കണ്ണപ്പന്റെ പുനർജന്മമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻജന്മ പുണ്യമാകാം അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമികൾ അത്ഭുതകരമായ ഒരു ദൃശ്യത്തിന് സാക്ഷിയായി. മഹാലക്ഷ്മിയായ ചോറ്റാനിക്കരയമ്മ വിഷ്ണു സമേതയായി പ്രത്യക്ഷയായിരിക്കുന്നു. ദേവീപാദങ്ങളിൽ സ്വാമികൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഈ സംഭവമുണ്ടായത് കുംഭത്തിലെ മകം നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഈ സമയത്താണ് ഇന്നും മകം തൊഴൽ ദർശനം നടത്തി വരുന്നത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴിപാടായിട്ടാണ് ഭക്തജനങ്ങൾ മകം തൊഴൽ ദർശനം നടത്തുന്നത്. മകം തൊഴലിന്റെ പിറ്റേ ദിവസത്തെ പൂരം തൊഴലും പ്രധാനമാണ്. മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കരുതുന്നു. വീഡിയോ പൂർണ്ണമായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.